ഡാ ഫൈസി, നീ ഇപ്പം എന്താ പറഞ്ഞത്? സുലൈഖക്ക് വേണമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം അല്ലേ, അല്ലെങ്കിൽ പോകാമെന്ന്? നീ എന്താ വിചാരിച്ചത്? ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഇങ്ങനെ പന്ത് തട്ടി കളിക്കാന്നാ? നിനക്ക് ഇവളെ വേണ്ടായിരുന്നെങ്കിൽ ആ നിക്കാഹ് കഴിക്കുന്ന സഭയിൽ വെച്ച് നിനക്കത് പറയാമായിരുന്നില്ലേ? ഈ പാവത്തിന് എന്തിനാ നീ നിന്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചത്? ഈ പാവം പെണ്ണിന്റെ ജീവിതം എന്തിനാ നീ തകർത്തത്? സുഹറയുടെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. ആരിത്? സുഹറത്തയോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിക്കായിരുന്നു നിങ്ങൾ ഇത്ര സമയമായിട്ട് കണ്ടില്ലല്ലോ എന്ന്. ഒരു പരിഹാസത്തോടെ ഫൈസി സുഹറയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ നിങ്ങൾ എന്തായി പറഞ്ഞതിപ്പോ? നിക്കാഹിന് മുമ്പെല്ലാം പറയാമായിരുന്നു അല്ലേ? എങ്ങനെ പറയാനാ? അന്നത്തെ സംഭവങ്ങളൊക്കെ സുഹറത്തേക്ക് ശരിക്കും അറിയാവുന്നതല്ലേ. ആ സമയത്ത് ഞാൻ എന്ത് പറയാനാ സുഹറത്ത? ഉപ്പാന്റെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണം കൂടാൻ പോയതല്ലേ ഞാൻ. ആ സമയത്ത് എന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുകയല്ലേ നിങ്ങളൊക്കെ ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഇഷ്ടം നിങ്ങൾ ആരെങ്കിലുമൊക്കെ നോക്കിയോ? അല്ലെങ്കിൽ ചോദിച്ചോ എന്നോട് എൻ്റെ ഇഷ്ടത്തെ പറ്റി? സ്ത്രീധനത്തുക തികയാതെ വന്നപ്പോൾ വന്ന ചെക്കൻ ഇട്ടെറിഞ്ഞു പോയതല്ലേ. എന്നിട്ട് കൂട്ടുകാരൻ്റെ സങ്കടം കണ്ടപ്പോൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ ഇവളെ. പുന്നാര ബാപ്പ. പഠിപ്പില്ല, വിവരമില്ല. എല്ലാ പെൺകുട്ടികളെയും പോലെ ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കുന്നു പോലുമില്ല. കുറേ ഭക്ഷണം ഉണ്ടാക്കും, വിളമ്പും. അതല്ലാതെ മറ്റെന്തിന് കൊള്ളാം ഇവളെ കൊണ്ട്? പിന്നെ നിങ്ങൾ ഇത്ര പറയാനെന്തിരിക്കുന്നു? ഞാനിവളെ ഒഴിവാക്കുന്നൊന്നുമില്ലല്ലോ. ഇവൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം. ഒരു പരിഹാസച്ചിരിയോടെ ഫൈസി പറഞ്ഞു നിർത്തി. മോനെ ഫൈസി, നീ നല്ലോണം ആലോചിച്ചിട്ട് മതിയടാ ഈ നിക്കാഹ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്നോട് ഞാൻ അപേക്ഷിക്കുക. നമുക്ക് വേണ്ട മോനെ. വേണ്ട സുഹൃത്ത, ഒന്നും പറയണ്ട. ഞാൻ ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇവൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങാം. അതിവൾ തീരുമാനിക്കട്ടെ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ കല്യാണം ഡ്രസ്സ് എടുക്കാൻ പോവുകയാ. ഇത്ത വരുന്നുണ്ടെങ്കിൽ വേഗം റെഡിയാകുക. അവൻ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ആമിനുമ്മ സുഹറയുടെ നേരെ തിരിഞ്ഞു. എടി സുഹറ, നിന്റെ അടവൊന്നും ഇനി എൻ്റെ മോൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ. എൻ്റെ കുട്ടി ഇനിയെങ്കിലും നല്ലതുപോലെ ഒന്ന് ജീവിച്ചോട്ടെ. നിന്റെ അസൂയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ. ഇതൊന്നും കാണാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ വേഗം നിന്റെ വീട്ടിലേക്ക് വിട്ടോ. അവളൊരു ശീലാവതി വന്നിരിക്കുന്നു. പോവാൻ തന്നെയാ വന്നതുമ്മ. പോവുകയും ചെയ്യും. അല്ലാതെ നിങ്ങളുടെ മകൻ്റെ 2ാം കെട്ടിന് ബിരിയാണി തിന്നാനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെ എൻ്റെ ഉമ്മ ഒന്ന് കുറിച്ച് വെച്ചോ. ഇതിനൊക്കെ നിങ്ങൾ ഖേദിക്കുന്ന ഒരു ദിവസം വരും. വരാതിരിക്കില്ല, അത് ഓർമ്മയിലിരുന്നു. കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ലാത്ത മനുഷ്യരൊന്നും ഈ ലോകത്തിലില്ല ഉമ്മ. ആരെയും ഒന്നിൻ്റെ പേരിലും പരിഹസിക്കരുത് ഉമ്മ. പണം കൊണ്ട് അളക്കുകയും ചെയ്യരുത്. ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമെന്ന് പറയാൻ എന്താ അമ്മ ഉള്ളത്? സ്വത്തെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. സുഹറ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് പോയടി, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നീ നിന്റെ പാട് നോക്കി പോയേ. ആമിനാത്ത ചീറിക്കൊണ്ട് സുഹറയോട് പറഞ്ഞു. ആരിഫ, സജിന, വാ, നിങ്ങളെ കുട്ടികളെയും കെട്ടിയന്മാരെയൊക്കെ വിളിച്ച് വാ. വേഗം വണ്ടിയിൽ കയറി. ഫൈസി ദേ വണ്ടിയിൽ കയറിയിരുന്നു. വേഗം വരീനെല്ലാവരും. ആമിനുമ്മ തിരക്ക് കൂട്ടി. എടി സുലൈഖ, നീ സുഹറയുടെ വാക്കൊന്നും കേട്ട് നിൽക്കാതെ ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്. പിന്നെ കല്യാണത്തിന് വെട്ടിയിട്ട വിറകൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി നമ്മുടെ ചായപ്പിലേക്ക് കൊണ്ടുവെക്കാം. ഓക്കെ? അതുപോലെ ആളുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. കല്യാണം ഇങ്ങ് എത്തിയില്ലേ. ആമിനുമ്മ പതിവ് പോലെ സുലൈഖയോട് കൽപ്പിച്ചു. പിന്നെ ഇന്ന് ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നോളാം. അതും പറഞ്ഞവർ വണ്ടിയിൽ കയറിയിരുന്നു. അവർ പോയതോടെ സുലൈഖ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. മോളെ സുലൈഖ, നീ എഴുന്നേൽക്ക്, വാ, നമുക്ക് ഉള്ളിലേക്ക് പോകാം. സുഹറ അവളുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചു. എനിക്ക് പറ്റണില്ല,
ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഇക്ക, എൻ്റെ ഇക്ക ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ത. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നേ? മോളെ സുലൈക്ക, നീ ഇങ്ങനെ കരയല്ലേ. കരയുന്നത് കേട്ടാൽ ഉപ്പാക്ക് സങ്കടമാകും. നമ്മുടെ ഉപ്പ പാവമല്ലേ, വെറുതെ ടെൻഷൻ എടുപ്പിക്കണ്ട. ഇല്ല ഇത്ത, ഞാൻ കരയുന്നില്ല. പക്ഷെ എനിക്കിതൊക്കെ എങ്ങനെ ഞാൻ സഹിക്കും? എനിക്കൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. ഇക്ക ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ത. അതാ എനിക്ക് ഇത്രയും സങ്കടം വന്നത്. പക്ഷെ ഇനി ഞാൻ കരയില്ല ഇത്ത. ഉപ്പാനെ ഞാൻ സങ്കടപ്പെടുത്തില്ല. പിന്നെ ഉപ്പ പറഞ്ഞത് ശരിയാ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അവൾ സുലൈഖ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തുടച്ചു. ആർക്ക് വേണ്ടിയാ ഞാൻ കരയുന്നത്? എന്നാലും എനിക്ക് സഹിക്കാൻ കഴിയാനിട്ടാ. മഹർ ചാർത്തി അന്നും മുതൽ ഞാൻ സ്നേഹിക്കുന്നതാ അവരെ. മോളെ സുലൈഖ, നീ ഇനി കരയരുത്. ഇന്ന് നിന്റെ മുന്നിൽ ഒരു വാതിൽ അടഞ്ഞാൽ മറുവാതിലിൽ എന്തായാലും തുറക്കും. നഷ്ടപ്പെടുത്തിയത് ഓർത്ത് ഒരു നാൾ ഇവർ എല്ലാവരും ദുഃഖിക്കും. നോക്കിക്കോ, അവരൊക്കെ കൂടി നഷ്ടപ്പെടുത്തിയത് ഒരു മാണിക്യമാണെന്ന് വൈകാതെ തന്നെ എല്ലാവരും അറിയും. എൻ്റെ മോളെ, നീ കരയരുത്. ഇല്ല ഇത്ത. പിന്നെ ഒരു കാര്യം, ഉപ്പാനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? ആ മോളെ, എനിക്കതൊക്കെ അറിയാം. നീ കൂടി ഇവിടെ ഇല്ലെങ്കിൽ ഉപ്പാനെ ആരും തിരിഞ്ഞു നോക്കില്ലെന്നറിയാം. ഉപ്പാനെ ഞാൻ പോകുമ്പോൾ തീർച്ചയായും കൊണ്ടുപോകും. അതൊന്നും ഓർത്തിപ്പം നീ വിഷമിക്കല്ല. നീ ആ കണ്ണൊക്കെ ഒന്ന് തുടക്ക്. നിന്റെ ഈ കോലം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല ഇത്ത, ഞാൻ കരയുന്നില്ല. എന്നാലും എന്നോട് എങ്ങനെയാ ഇവരൊക്കെ ഇങ്ങനെ? എനിക്കൊന്നും ചെയ്യാൻ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇത്ത. സങ്കടം വരിക. അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ ഞാൻ ഇവരെയൊക്കെ. എന്നിട്ടും എന്നോടിവർ. പഠിച്ചോനെ, എൻ്റെ സങ്കടം നീ കാണണേ. എനിക്കിതൊന്നും ആലോചിക്കാനേ വയ്യ. ആ മോളെ, ഇനിയും സമയം കളയണ്ട. നീ വേഗം വാ. പിന്നെ അവൻ നിന്റെ മുഖത്തേക്ക് എറിഞ്ഞ ഡിവോഴ്സ് പേപ്പറില്ലേ, അതിൽ നീ ഒന്ന് ഒപ്പിട്ടിട്ട് പോയാൽ മതി. എന്തിനാ മോളെ നിനക്ക് ഇങ്ങനെയൊരു ജീവിതം? മതി. നീ വേണ്ടാത്തവരെ നിനക്കും വേണ്ട. അങ്ങനെ വേണം ഇനി. എല്ലാം ഉപേക്ഷിച്ച് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. അതുകൊണ്ട് ആ പേപ്പറിലൊന്ന് ഒപ്പിട്ടിട്ട് പോകാം. സുലൈഖ, അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പർ എടുക്കാൻ തുനിഞ്ഞു. ഇതിൽ ഞാൻ ഒപ്പ് വെക്കണം ഇത്താ. പിന്നെ ഫൈസിക്ക, അതെൻ്റെ ആരും അല്ലാതായി തീരും അല്ലേ? ഇവിടെയുള്ളവരൊക്കെ എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല സുഹറത്ത. വേണം മോളെ, എല്ലാം വേണം. എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട. അങ്ങനെയായിരിക്കണം ഇനി നിന്റെ ജീവിതം. എന്തിനാ നീ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അവൻ പറഞ്ഞിട്ട് പോയ വാക്കൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു തീരുമാനം നീ എടുക്കണം. അവൾ സുലൈഖ എന്തോ ഓർത്തതുപോലെ നിൽക്കുകയാണ്. അവൾ കണ്ണൊക്കെ തുടച്ചു. ശരിയാ സുഹറത്ത് പറഞ്ഞത്. വേണ്ട, എന്നെ വേണ്ടാത്തവരെ എനിക്കും. മതിയായി, ഞാൻ ഇറങ്ങുകയാ. എല്ലാം ഉപേക്ഷിച്ച്. എല്ലാം എന്ന് കരുതി എൻ്റെ ഫൈസിക്കൊക്കെ എന്നെ വേണ്ടെങ്കിൽ എനിക്കും ഒന്നും വേണ്ട. മതിയായി. ഞാൻ ഈ പേപ്പറിൽ ഒപ്പ് വെക്കുകയാ. എനിക്ക് സമ്മതം. അവൾ സുലൈഖ ആ പേപ്പറിലേക്ക് ഒപ്പുവെക്കാൻ തുടങ്ങുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.